ഹലോ ഫ്രണ്ട്സ്, പോക്കറി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്യാൻഡ് ടൂണ ഫിഷാണ്. ഇതിപ്പോൾ എല്ലാ മാർക്കറ്റുകളിലും മാളുകളിലും അവൈലബിൾ ആണ്. ക്യാൻഡ് ടൂണ ഫിഷിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. സാധാരണ നമ്മൾ ഫിഷ് കറി വയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു തക്കാളി റെസിപ്പി പോലെ നമുക്ക് ഈ ക്യാൻഡ് ടൂണ ഫിഷ് ഉണ്ടാക്കാം. രണ്ട് തരത്തിലുള്ള ടൂണ ഫിഷ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്നല്ല സൺഫ്ലവർ ഓയിലിലെ ടൂണ ഫിഷും ഒന്ന് സാധാ വെള്ളത്തിലെ വാട്ടറിലെ ടൂണ ഫിഷും ഉണ്ട്. രണ്ട് തരത്തിലും നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ഓൾറെഡി സൺഫ്ലവർ ഓയിലിലെ ടൂണ ഫിഷാണിത്. നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഈ വെള്ളത്തോടെ കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ആദ്യം ചട്ടി വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇടുവാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഫ്രോസൺ മീൻ നമ്മൾ ഇടുവാണ്, ടൂണ ഫിഷ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. സാധാ മീൻ കറി ഫ്രണ്ട്സ്, ഏകദേശം നമ്മുടെ ക്യാൻഡ് ടൂണ ഫിഷ് കറി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം നന്നായിട്ട് തിളച്ച് വെന്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്യാൻഡ് ടൂണ ഫിഷ് നമുക്ക് ചക്കേൻ്റെ ഒപ്പമോ കപ്പയുടെ ഒപ്പമോ എന്തിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്.